സംസാരിച്ചുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പങ്കുവച്ച കുറിപ്പാണ്. സത്യം ജയിക്കും എന്നൊക്കെ പറഞ്ഞാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലും ഈ രീതിയിലാണ് രാഹുലിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാം. സ്വാതി, ഇക്കാര്യത്തിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളും പറഞ്ഞിരുന്നത് പരാതി എവിടെ, പരാതിയില്ല, ഇതെല്ലാം വ്യാജമാണ് എന്ന തരത്തിലായിരുന്നു അവരുടെ പ്രചരണവും പ്രതിരോധവും. അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ പ്രതികരിച്ച ആളുകൾ ഈ വിഷയത്തിൽ രാഹുൽ രാജിവെക്കണം, മാറി നിൽക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്ന ആളുകളെ അവർ വലിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെ നടന്നിരുന്നു. അതിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. സമീപത്ത് പോലും നമ്മൾക്കറിയാം, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ അവരുടെ സംസ്ഥാന നേതാവിന്റെ പ്രതികരണം വന്ന സമയത്തും അവർ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗം, ഒരു PR ടീം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസെടുത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം എന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും എന്നുള്ളതാണ്. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ പ്രതികരണമായി വന്നിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസിനോ അതല്ലെങ്കിൽ മറ്റു നേതാക്കൾക്കോ എല്ലാം തന്നെ കർശനമായ നടപടിയിലേക്ക് പോകേണ്ടി വരും. കാരണം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരത്തിൽ ഒരു തരത്തിലുള്ള പാർട്ടിയുടെ നടപടി നേരിട്ട ഒരാൾ എന്ന രീതിയിലായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചതും പ്രതികരിച്ചതുമെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിലെ വിവിധ വാർഡുകളിലെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സന്ദർശിക്കുന്നത് പോലെ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുകയും പ്രവർത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ തന്നെ എടുത്താൽ ഹൂ കെയേഴ്സ് എന്ന രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളതാണ്. ഇനി എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ കർശന നിലപാടിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. VD സതീശനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ വളരെ ഉറച്ച നിലപാട് തുടക്കം മുതൽ തന്നെ എടുത്ത നിലപാടാണ്. ഇപ്പൊ സമീപത്ത് നമ്മൾ തന്നെ പുറത്തുവിട്ട ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരത്തിൽ അവർ നിലപാടെടുത്തു. പക്ഷേ വലിയൊരു കൂട്ടം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരുന്നത്. ഇനി അവർക്കെല്ലാം ഇതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളതാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം അതാണ് രാഹുലിന് ഇത്രയും സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. അതല്ല എങ്കിൽ നടപടി നേരിട്ട ഒരാൾ എങ്ങനെയാണ് ഇത്രയും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും എല്ലാം പ്രവർത്തിക്കുക എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. എന്തായാലും ഇനി അത് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇനി അയാൾ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമോ, പ്രവർത്തനത്തിൽ ഇറങ്ങുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഇത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് മാറിയിരിക്കുന്നു. ശരി പ്രസാദ്, അതുതന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം